നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്താവിഷ്കാരം ശ്രദ്ധേയമാക്കി ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂൾ. ദേവി കലാമണ്ഡലം കലാസമിതി നർത്തകി കലാമണ്ഡലം ഹേമലതയാണ് നൃത്താവിഷ്കാരം നയിച്ചത്. സംസ്ഥാനതല ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ചെയർപേഴ്സൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര കരുവാൻകുളത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെങ്കിടങ്ങ് സ്വദേശി അബ്ബാസ്, കൊടുങ്ങല്ലൂർ സ്വദേശി ഷാനവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്താവിഷ്കാരം ശ്രദ്ധേയമാക്കി ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂൾ. ദേവി കലാമണ്ഡലം കലാസമിതി നർത്തകി കലാമണ്ഡലം ഹേമലതയാണ് നൃത്താവിഷ്കാരം നയിച്ചത്. ലഹരിയിലേക്കല്ല ലയത്തിലേക്ക് എന്ന പ്രചാരണവുമായാണ് ലഹരിക്കെതിരെ ദേവി കലാമണ്ഡലം കലാസമിതി നർത്തകി ഗിന്നസ് കലാമണ്ഡലം ഹേമലത ബോധവൽക്കരണ നൃത്താവിഷ്കാരം ഒരുക്കിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി പരിശ്രമിക്കേണ്ടത് ലഹരിയിലേക്കല്ല ലയത്തിലേക്ക് എന്ന ട്രഡീഷണൽ പ്രോഗ്രാമിന്റെ 2ാമത്തെ പരിപാടിയാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ബോധവൽക്കരണമായി എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ ഒരു ചിത്രം കാണുകയാണെങ്കിൽ അത് മനസ്സിൽ എത്രയധികം കുളിർമ നൽകുമെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? നല്ലൊരു ഗാനം കേട്ടാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. അതുപോലെ തന്നെയാണ് നൃത്തവും. ഈ ട്രഡീഷണൽ കലകൾ നമ്മെ എങ്ങനെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നമുക്ക് ലയത്തിലേക്ക് എങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എസ് സുനിൽ, കലാമണ്ഡലം ഹേമലത, പി ബി ജയൻ, കെ ബി പ്രമോദ്, എ ആർ പ്രസാദ്, ഹരി നമ്പൂതിരി, സൗരവ് ബാൽ, സ്വരൂപ് ദേവ് എന്നിവർ സംസാരിച്ചു. മോഹിനിയാട്ടം ഉൾപ്പെട്ടതായിരുന്നു ക്ലാസ്. ഹേമലതയ്ക്കൊപ്പം ഡോക്ടർ ശില്പ, രേണുക ഗോപി, ദീപ്തി, ധനുശ്രീ, സ്കൂൾ വിദ്യാർത്ഥിനികൾ എന്നിവരും നൃത്താവിഷ്കാരത്തിൽ പങ്കെടുത്തു. സംസ്ഥാനതല ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ചെയർപേഴ്സൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഇസാഫ് ഫൗണ്ടേഷൻ, തൃശൂർ ജില്ലാ നാർക്കോട്ടിക് സെൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി സഹകരിച്ചുള്ളതാണ് ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി ആളുകൾ നമ്മുടെ പത്മശ്രീ ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്ത് നമ്മളൊരു പ്രതിജ്ഞ ചെയ്തു. നമുക്ക് മൈക്ക് വേണ്ട, മൈക്കിലൂടെ നമ്മൾ നമുക്ക് ജീവിതമാകുന്ന ലഹരി മതി, നമുക്ക് ഫുട്ബോളാകുന്ന ലഹരി, ചെസ്സാകുന്ന ലഹരി, വായനയാകുന്ന ലഹരി, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ
പ്രധാനാധ്യാപിക PM രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെർപ്പ് പോലീസ് സ്റ്റേഷനിലെ വനിതാ SI കൃഷ്ണപ്രസാദ് മുഖ്യാതിഥിയായി. ഇസാഫ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിൽസൺ, തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആഗ്ന ടെന്നി, ഇസാഫ് ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് മാനേജർ MP ജോർജ്, ഇസാഫ് ബാങ്ക് ചെർപ്പ് ബ്രാഞ്ച് ഹെഡ് ടോണി, ഇസാഫ് ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈനി ജോസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. കുട്ടികളുടെ നേതൃത്വപാഠവും കലാകായിക കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കാൻ രൂപീകരിച്ചുവരുന്ന ഇസാഫ് ബാലജ്യോതി ക്ലബ്ബ് അംഗങ്ങളാണ് സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജില്ലാ നാർക്കോട്ടിക്സ് സെല്ലുകളുടെ സഹകരണത്തോടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രചരണ വാഹനം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തും. പെരിങ്ങോട്ടുകര കരുവാൻകുളത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെങ്കിടങ്ങ് സ്വദേശി അബ്ബാസ്, കൊടുങ്ങല്ലൂർ സ്വദേശി ഷാനവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. കരുവാൻകുളം വളവിൽ വെച്ച ഇരുവാഹനങ്ങളും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ വെങ്കിടങ്ങ് സ്വദേശി അബ്ബാസ്, കൊടുങ്ങല്ലൂർ സ്വദേശി ഷാനവാസ് എന്നിവർക്ക് പരിക്കേറ്റു. ഇതിൽ കാർ ഓടിച്ചിരുന്ന അബ്ബാസിന്റെ പരിക്ക് ഗുരുതരമാണ്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ തൃപ്രയാർ റൺവേ ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കയ്പമംഗലത്ത് ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. കയ്പമംഗലം പഞ്ചായത്ത് 16-ാം വാർഡിൽ ഡോക്ടർ പടിക്ക് കിഴക്ക് ഇരിങ്ങാത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് കയ്പമംഗലം ഡോക്ടർ പടിക്ക് കിഴക്ക് ഇരിങ്ങാത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണത്. ശക്തമായ കാറ്റിൽ സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണായിരുന്നു അപകടം. കയ്പമംഗലം പഞ്ചായത്ത് അധികൃതർ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ സമാപനവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ IV ദാസ് അനുസ്മരണവും നടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. അക്ഷരങ്ങളെ സ്നേഹിച്ച, അക്ഷരങ്ങളുടെ മാസ്മരികത ബോധ്യപ്പെട്ട 2 ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുതൽക്കൂട്ടായി മാറിയ ഗ്രന്ഥശാല സംഘത്തിന് ദിശാബോധം നൽകിയ ഊർജ്ജം പകർന്ന 2 മഹൽ വ്യക്തിത്വങ്ങളുടെ സ്മരണയും മുൻനിർത്തിക്കൊണ്ടാണ് 2 ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. PN പണിക്കരുടെ ചരമദിനത്തിൽ തുടങ്ങി ഇന്ന് IV ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ 7-ാണ് പക്ഷാചരണ സമാപനം നടക്കുന്നത്. IV ദാസിനെ സംബന്ധിച്ച് വിശദീകരണ പ്രത്യേക ശ്രമം നടത്തുന്നതിനാണ് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ അധ്യക്ഷൻ ശ്രീ മോഹൻദാസ് ആ പ്രവർത്തനം നടത്തും എത്തിച്ച് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 2 വ്യക്തികളും വായനയെ സംബന്ധിച്ച്, അക്ഷരങ്ങളുടെ മാസ്മരികതയെ സംബന്ധിച്ച് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും വളരെ കൃത്യമായി 1 നൂറ്റാണ്ടിലേറെ കാലം വളരെ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ വളരെ ദിശാബോധം നൽകി മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്കറിയാം. തുടർന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകൾ അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ തന്നെ പോകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില സാഹിത്യ സംബന്ധമായിട്ടുള്ള ചില മത്സര പരിപാടികളിലൂടെ നടന്നു. അതിൽ വിജയികളായിട്ടുള്ള ആളുകളുടെ സമ്മാനം വാങ്ങാൻ വീട്ടുകാരടക്കമുള്ളവരോട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഇനത്തിൽ അതിൻ്റെ മത്സരത്തിൻ്റെ ഭാഗമായി നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ, വിജയികളായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മേഖലയിലേക്ക് നമുക്ക് കടക്കണം. ഒപ്പം നമ്മളെ പിന്നിലാക്കിയിട്ടുള്ള ചെറിയ കാരണങ്ങൾ കൊണ്ട് നിസ്സാര പോയിന്റിൻ്റെയോ അല്ലെങ്കിൽ മേഖലയുടെ ഒക്കെ ഭാഗമായിട്ട് പിന്നീട് പോയ കുട്ടികൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ അവരും ഒട്ടും മോശമല്ല. ഇപ്പൊ പരീക്ഷയിൽ ഒന്നാമതായി ജയിച്ചു അല്ലെങ്കിൽ മത്സരത്തിൽ ഒന്നാമതായി ജയിച്ചു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ പിന്നിലുള്ള നമുക്ക് മത്സരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാരും മോശക്കാരല്ല.
വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ അധ്യക്ഷയായി. IV ദാസ് അനുസ്മരണം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KV മോഹൻദാസ് നിർവഹിച്ചു. ലൈബ്രറിയൻ TV അനീഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ തെക്കൂട്ട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ മുരളി, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് UK സുരേഷ് കുമാർ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ PS സെൽവപ്രകാശ്, ഷീല ദേവസി, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. LSS, USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷാ വിജയികൾക്കും ചടങ്ങിൽ അനുമോദനം. KK വത്സരാജ് MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കുകയില്ലായി ലാർജ് നമ്പർ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതിൽ തന്നെ ഒരു വിദ്യാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും ആദ്യഘട്ടത്തിൽ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളാണ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു വിദ്യാർത്ഥിയെ പിന്നീട് പരീക്ഷയിൽ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് തീർച്ചയായിട്ടും മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്ന രീതിയിലേക്ക് ഒരു സ്കൂളിൽ വരാൻ വേണ്ടി കഴിയാതെ പറയുന്നത് കുട്ടികളുടെ കഠിന പരിശ്രമത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ്. അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാലയത്തിൻ്റെയും കുട്ടികളെ ഈ രീതിയിൽ അതിനെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും നൽകി അവരെ പഠിപ്പിക്കുന്ന വിദ്യാലയവും അതുപോലെ തന്നെ അധ്യാപകരും, അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, കുടുംബവും അവർക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും അവർക്ക് മെച്ചപ്പെട്ട ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിന് സഹായകമാകുന്നു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ജോജി ജോസഫ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MA ബിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, വാർഡ് മെമ്പർ ബീന റഹീം, MPTA പ്രസിഡന്റ് റഹിയാന തൻസാരി, മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്, സീനിയർ അധ്യാപിക ബോണി പോൾ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. ചികിത്സക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവു നായയുടെ ആക്രമണത്തിൽ പരിക്ക്. കുന്നംകുളം ആർത്താറ്റ് സ്വദേശികളായി കുടുംബത്തിന് നേർക്കാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഭർത്താവിനും 12കാരനായ മകൻ സൌരവിനുമൊപ്പം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു സുരഭി എന്ന യുവതി. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ ഓടിവന്ന യുവതിയെയും കുട്ടിയെയും ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവർ യുവതിക്കും മകനും താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി. താലൂക്ക് ആശുപത്രി പരിസരത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണെന്നാണ് അധികൃതർ പറയുന്നത്. ആശുപത്രിക്കകത്തും പുറത്തുമായി തെരുവുനായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ്. പലപ്പോഴും രോഗികളുടെ കട്ടിലിനടിയിൽ വരെ നായകൾ കയറിക്കൂടുന്നതായും പറയുന്നു. ഏത് സമയത്തും തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭീതിയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയത് നിരവധി തവണയാണ്. എന്നിട്ടും നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ മടിച്ചു നിൽക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. കോടന്നൂർ ശാസ്താംകടവ് സ്വദേശി കോടൂർ വീട്ടിൽ പുരുഷോത്തമൻ പിള്ള ഭാര്യ ശാന്തമ്മ നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ജയ, ഗീത, പരേതനായ രാജേഷ് എന്നിവർ മക്കളും ആനന്ദകുമാർ, കൃഷ്ണദാസ്, രമ എന്നിവർ മരുമക്കളുമാണ്. ഒല്ലൂർ സ്വദേശി പള്ളിപ്പുറത്തുകാരൻ വീട്ടിൽ പരേതനായ ലോനപ്പൻ ഭാര്യ ഏലിക്കുട്ടി നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. ഗ്രേസി, വർഗീസ്, റാഫേൽ, പോൾ, ടെസി, ലിസി എന്നിവർ മക്കളും പരേതനായ ജോസ്, റോസ്മേരി, പുഷ്പി, പരേതയായ ബിന്ദു, പരേതനായ വർഗീസ്, പോൾസൺ എന്നിവർ മരുമക്കളുമാണ്. ഒല്ലൂർ എടക്കുന്നി സ്വദേശി ഞെരൂക്കാവ് വാര്യത്ത് വീട്ടിൽ NV വിശ്വനാഥൻ വാര്യർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. കുവൈത്ത് ഓയിൽ കമ്പനിയിലെ വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു.
എടക്കുന്നി വാര്യത്ത് സേതുലക്ഷ്മിയാണ് ഭാര്യ. കുവൈറ്റ് ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥനായ തരുൺ വിശ്വനാഥൻ മകനും ദീപ്തി മരുമകളും, അനികേത്, പ്രണവ് എന്നിവർ പേരക്കുട്ടികളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,120 രൂപ, പവന് 1,04,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്താവിഷ്കാരം ശ്രദ്ധേയമാക്കി ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂൾ. ദേവി കലാമണ്ഡലം കലാസമിതി നർത്തകി കലാമണ്ഡലം ഹേമലതയാണ് നൃത്താവിഷ്കാരം നയിച്ചത്. സംസ്ഥാനതല ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ചെയർപേഴ്സൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര കരുവാൻകുളത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെങ്കിടങ്ങ് സ്വദേശി അബ്ബാസ്, കൊടുങ്ങല്ലൂർ സ്വദേശി ഷാനവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.